ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. ദേശീയപാതയിലും സംസ്ഥാന പാതയിലും അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത്. കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴയിൽ റോഡിൽ മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും. തെക്കൽ ദേശീയപാതയിൽ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് ഗതാഗതം നിരോധിച്ചു. പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. കാസർഗോഡ് പ്രളയ സാധ്യത മുന്നറിയിപ്പ്. മൊഗ്രാൽ, നീലീശ്വരം, ഉപ്പള നദികളിൽ ഓറഞ്ച് അലർട്ടും കാര്യങ്കോട് പുഴയിലും മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചു. മഞ്ചേശ്വരത്ത് ശക്തമായ മഴയിൽ കാറും ബൈക്കും സ്കൂട്ടറും ഒഴുകിപ്പോയി. മംഗളൂരുവിൽ വീടിന് മുകളിൽ കുന്നിടിഞ്ഞു വീണ് 10 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. കനഗിരി സ്വദേശി നൌഷാദിന്റെ മകൾ നൈമയാണോ മരിച്ചത്. ചിത്താരിപ്പുഴ കരകവിഞ്ഞു. നിരവധി കുടുംബങ്ങൾ ഭീഷണി ഭീതിയോടെ കഴിയുകയാണോ ഇവിടുള്ള ജനങ്ങൾ. കാസർഗോഡ് പഴംപൊരിയും ചായയും വാങ്ങിത്തരാമെന്ന് പറഞ്ഞു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഓട്ടോറിക്ഷയിൽ വനത്തിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 167 വർഷം കഠിന തടവും പിഴയും ശിക്ഷ. ചെങ്കള ഉക്കംപെട്ടി പാണലത്തെ ഉസ്മാൻ എന്ന ഉക്കംപെട്ടി ഉസ്മാനെയാണ് കോടതി ശിക്ഷിച്ചത്. 2021 കേസിനാസ്പദമായ സംഭവം നടന്നത്. വെള്ളിക്കോത്ത് ചാലിങ്കൽ റോഡിലെ വീണച്ചേരിക്ക് സമീപം നിർമ്മാണം പൂർത്തിയായ 2 നില അപ്പാർട്ട്മെന്റിന്റെ തറ ഒഴികെയുള്ള അരികു ഭാഗങ്ങൾ മുഴുവനായി ഇടിഞ്ഞ് തൊട്ടു താഴത്തെ വീട്ടിലേക്ക് വീണു. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. ദേശീയപാതയിലും സംസ്ഥാന പാതയിലും അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത്. കാലവർഷക്കെടുതിയിൽ കാസർഗോഡ് ജില്ലയിൽ ഒരു മരണം കൂടി. പാലക്കുന്ന് കരിപ്പോടിയിലെ ടെക്സ്റ്റൈൽസ് ഉടമ അസീസിന്റെ മകൻ സാദിഖാണ് മരിച്ചത്. കാൽ തെന്നി തോട്ടിൽ വീണാണ് മരിച്ചത്. പട്ലയിൽ ഭാര്യ വീട്ടിനടുത്ത് വെച്ചായിരുന്നു അപകടം. വിദേശത്തായിരുന്ന സാദിഖ് 1 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. കാസർഗോഡ് ജില്ലയിൽ മഴ ശക്തി പ്രാപിച്ചതോടെ നിരവധി പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. മണ്ണിടിച്ചിലും രൂക്ഷമാണ്. കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ രൂക്ഷമാണ്. താഴ്ന്ന പ്രദേശങ്ങളിലെ പല വീടുകളിലും വെള്ളം കയറി. അരയി, ചെമ്മട്ടം വയൽ, ആലൈ റോഡുകളിൽ വെള്ളം കയറി. പുതിയകോട്ട SNDP റോഡിൽ മണ്ണിടിഞ്ഞു. മൂലക്കണ്ടം നടുവട്ടം വയൽ വയ്യോത്ത് ഗോപിയുടെ വീടിൽ വെള്ളം കയറി. മൂലക്കണ്ടം അണ്ടർപാസിൽ നിന്നും വിഷ്ണുമംഗലം ക്ഷേത്രത്തിലേക്കുള്ള സർവീസ് റോഡ് ഇടിഞ്ഞു താണു. വിഷ്ണുമംഗലം ക്ഷേത്രത്തിനകത്ത് വെള്ളം കയറി. പുല്ലൂർ തോട് കരകവിഞ്ഞൊഴുകുന്നതാണ് വെള്ളക്കെട്ടിന് കാരണം. തോട്ടിൽ വന്നടിയുന്ന മണൽ നീക്കം ചെയ്യാത്തതാണ് ഇത്തരമൊരു വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നോർത്ത് കോട്ടച്ചേരി മണലിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പ്രദേശത്ത് ഗതാഗത തടസ്സം നേരിടുന്നു. സമീപത്തെ വീടുകളിലും വെള്ളം കയറുമോ എന്ന ആശങ്കയിലാണ് സമീപവാസികൾ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അലാമിപ്പള്ളി സംസ്ഥാന പാതയിൽ വെള്ളക്കെട്ട് ആളുകളെ ദുരിതത്തിലാക്കുകയാണ്. ഇതുവഴിയുള്ള വാഹനയാത്രയും ദുസ്സഹമാണ്. ഏറെ ഭീതിയോടെയാണ് വാഹനയാത്രികർ ഇതുവഴി കടന്നുപോകുന്നത്. പുതിയകോട്ട ക്രിസ്ത്യൻ പള്ളിക്ക് സമീപമാണ് മണ്ണിടിച്ചിലുണ്ടായത്. സമീപത്തായി വീടുകളും സ്ഥാപനങ്ങളും ഉള്ളതിനാൽ ഭീതിയോടെ കഴിയുകയാണ് ഇവിടെയുള്ള സമീപവാസികൾ. കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴയിൽ റോഡിൽ മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും. തെക്കൽ ദേശീയപാതയിൽ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് ഗതാഗതം നിരോധിച്ചു. പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്.
റെഡ് അലർട്ട് നിലനിൽക്കുന്ന കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. ദേശീയപാതയിൽ ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയിൽ മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടായതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. ഇതേ തുടർന്ന് കാഞ്ഞങ്ങാട് ചന്ദ്രഗിരി പാലം വഴിയാണ് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടത്. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിൽ പലയിടത്തും അപകട ഭീഷണി നിലനിൽക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പ്രളയ സാധ്യതാ മുന്നറിയിപ്പ്. മൊഗ്രാൽ, നീലേശ്വരം, ഉപ്പളം നദികളിൽ ഓറഞ്ച് അലർട്ടും കാര്യംകുട പുഴയിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചു. മഞ്ചേശ്വരത്ത് ശക്തമായ മഴയിൽ കാറും ബൈക്കും സ്കൂട്ടറും ഒഴുകിപ്പോയി. കനത്ത മഴയിൽ കാറും സ്കൂട്ടറും ബൈക്കും ഒഴുകിപ്പോയി. മഞ്ചേശ്വരം മജിബയിൽ പട്ടത്തൂരിലാണ് സംഭവം. വീടുകളിലേക്ക് വാഹനങ്ങൾ പോകാൻ റോഡില്ലാത്തതിനാൽ വയലരുകിലാണ് വാഹനങ്ങൾ പതിവായി നിർത്തിയിടാറ്. വ്യാഴാഴ്ച രാത്രി നിർത്തിയിട്ട വാഹനങ്ങൾ ഒഴുകിപ്പോയ വിവരം വെള്ളിയാഴ്ച രാവിലെയാണ് അറിഞ്ഞത്. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ കാറ് വയലിൽ വെള്ളത്തിൽ മുങ്ങിയ നിലയിൽ കാണപ്പെട്ടു. അർപ്പിത് എന്നയാളുടെ കാറാണ് വെള്ളത്തിൽ മുങ്ങിയത്. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കാറ് കരയിലേക്കെടുത്തു. വിക്കിത്ത് എന്നിവരുടെ സ്കൂട്ടറും ശിവപ്രസാദിന്റെ ബൈക്കും ഒഴുക്കിൽപ്പെട്ട് കാണാതായിട്ടുണ്ട്. ഇവ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മംഗളൂരുവിൽ വീടിന് മുകളിൽ കുന്നിടിഞ്ഞു വീണ 10 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. കനകരി സ്വദേശി നൌഷാദിന്റെ മകൾ നൈമയാണോ മരിച്ചത്. കനത്ത മഴയിൽ മംഗളൂരു ദേരളകത്തെ മൊണ്ടേപ്പടവിൽ കുന്നിടിഞ്ഞ് വീടിന് മുകളിൽ വീണ് 10 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. കനകരി സ്വദേശി നൌഷാദിന്റെ മകൾ നൈമയാണോ മരിച്ചത്. നൌഷാദിന്റെ വീടിന്റെ പിറകുവശത്തെ കുന്നിടിഞ്ഞ് കോമ്പൗണ്ട് ഹാളിന് മുകളിൽ പതിക്കുകയായിരുന്നു. ജനൽ തകർന്ന് കല്ലും മണ്ണും വീടിനകത്ത് പതിച്ച് നൈമ സംഭവ സ്ഥലത്തു തന്നെ മരണപ്പെടുകയായിരുന്നു. മൃതദേഹം വെൻലോക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. ചിത്താരിപ്പുഴ കരകവിഞ്ഞു. നിരവധി കുടുംബങ്ങൾ ഭീഷണി ഭീതിയോടെ കഴിയുകയാണ് ഇവിടെയുള്ള ജനങ്ങൾ. ചിത്താരിപ്പുഴയിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണത്തിന്റെ ഭാഗമായി പുഴയിലെ നീരൊഴുക്ക് ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുള്ളതിനാൽ ചിത്താരി വില്ലേജിലെ അള്ളങ്കോട്, രാമഗിരി, കൊട്ടിലങ്ങാട് ഭാഗങ്ങളിൽ വെള്ളം കയറുന്നു. പള്ളിക്കര വില്ലേജിൽ കീക്കാൻ ഭാഗത്ത് ചിത്താരിപ്പുഴ കരകവിഞ്ഞൊഴുകുന്നതിനാൽ നിരവധി വീടുകളിൽ വെള്ളം കയറി 2 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ചിത്താരിപ്പുഴയിൽ റെഗുലേറ്റർ നിർമ്മാണത്തിനായി ഉണ്ടാക്കിയ ബണ്ട് മുകൾ ഭാഗത്ത് പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ട്. താഴെ ഭാഗത്ത് പകുതിയിലധികം നീക്കം ചെയ്തു. ബണ്ട് നിർമ്മാണത്തിനായി അടിച്ചിറക്കിയ ഷീറ്റ് പൈൽ മാറ്റുന്നതിന് പ്രത്യേക മെഷീനറി ആവശ്യമാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് പഴംപൊരിയും ചായയും വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഓട്ടോറിക്ഷയിൽ വനത്തിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 167 വർഷം കഠിന തടവും പിഴയും ശിക്ഷ. ചെങ്കള ഉക്കംപെട്ടി പാണലത്തെ ഉസ്മാൻ എന്ന ഉക്കംപെട്ടി ഉസ്മാനെയാണ് കോടതി ശിക്ഷിച്ചത്. 2021 കേസിനാസ്പദമായ സംഭവം നടന്നത്. പഴംപൊരിയും ചായയും വാങ്ങിത്തരാമെന്ന് പറഞ്ഞു 14-കാരിയെ ഓട്ടോറിക്ഷയിൽ വനത്തിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലാണ് വിധി. പ്രതി ചെങ്കള ഉക്കംപെട്ടി പാണലത്തെ ഉസ്മാൻ എന്ന ഉക്കംപെട്ടി ഉസ്മാനെ 167 വർഷം കഠിന തടവിനും 5.5 ലക്ഷം രൂപ പിഴയടക്കാനുമാണ് ശിക്ഷ വിധിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 22 മാസം അധിക കഠിന തടവും അനുഭവിക്കണം. മധൂർ ഉളിയത്തടുക്ക സ്വദേശിനിയായ പെൺകുട്ടിയെ 2021 ജൂൺ 25 മുൻപുള്ള പല ദിവസങ്ങളിലും പീഡിപ്പിച്ചതായാണ് പരാതി. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയെ പഴംപൊരിയും ചായയും വാങ്ങിത്തരാമെന്ന് പറഞ്ഞു വശീകരിച്ച് പ്രതി ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. ചെർക്കള ബേവിഞ്ചയിലെ കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയായിരുന്നു പീഡനം. കാസർഗോഡ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് രാമു രമേശ് ചന്ദ്രഭാനുവാണ് ശിക്ഷ വിധിച്ചത്. കാസർഗോഡ് വനിതാ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്തതും കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചതും അന്നത്തെ വനിതാ സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന സി ഭാനുമതിയാണ്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ AK പ്രിയ ഹാജരായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വെള്ളിക്കൊത്ത് ചാലിങ്കൽ റോഡിലെ വീണച്ചേരിക്ക് സമീപം നിർമ്മാണം പൂർത്തിയായ 2 നില അപ്പാർട്ട്മെന്റിന്റെ തറ ഒഴികെയുള്ള അരികു ഭാഗങ്ങൾ മുഴുവനായി ഇടിഞ്ഞ് തൊട്ടു താഴത്തെ വീട്ടിലേക്ക് വീണു. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. വീണച്ചേരിയിലെ പൈനി ചന്ദ്രൻ നായരുടെ കിടപ്പുമുറിയുടെ ചുമരിലേക്കാണ് കൂറ്റൻ മതിൽ അപ്പാടെ തകർന്ന അപ്പാർട്ട്മെന്റിന്റെ തറ ഒഴികെയുള്ള ഭാഗങ്ങളിലെ മുഴുവൻ മണ്ണും ചെങ്കലുകളും കോൺക്രീറ്റ് പാളികളും ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ തകർന്നു വീണത്.
കൂറ്റൻ കോൺക്രീറ്റ് പാളികൾ വീടിന്റെ സൺഷെയ്ഡിൽ വീണ് കിടക്കുകയാണ്. അപ്പാർട്ട്മെന്റിലെ കിണറിന് തൊട്ടടുത്ത് വരെയുള്ള ഇന്റർലോക്കും പൂർണ്ണമായി ഇളകി വീണിട്ടുണ്ട്. ഇടിഞ്ഞു താഴ്ന്ന ഭാഗത്തിനോട് ചേർന്ന ഭാഗങ്ങൾ ഏത് സമയത്തും ഇടിഞ്ഞു താഴാമെന്ന നിലയിലുമാണ്. ചന്ദ്രൻ നായരുടെ കിടപ്പുമുറികളിലെ 3 ജനാലകൾ പൂർണ്ണമായും തകർന്ന് ജനൽ ചില്ലുകളും കല്ലും മണ്ണും മുറിയിലേക്ക് വീണ് കിടക്കുകയാണ്. ശുചിമുറിയുടെ പൈപ്പ് ലൈനും പൂർണ്ണമായും തകർന്നു. അപ്പാർട്ട്മെന്റ് മുറ്റത്തെ വാട്ടർ ടാപ്പ്, കോൺക്രീറ്റ് ഭാഗങ്ങൾ ഉൾപ്പെടെ ഇളകിയും ശുചിമുറി പൈപ്പ് ലൈൻ ഉൾപ്പെടെയുള്ളവ പൂർണ്ണമായും താഴേക്ക് വീണ് മണ്ണിൽ പുതഞ്ഞു കിടക്കുകയാണ്. രാവിലെയാണ് അപ്പുറത്തെ ശാംബാബു പത്രത്തിൽ പണിയെടുക്കുന്നത്. ശാംബാബു പറഞ്ഞിട്ടാണ് ഇങ്ങനെ അവർ ഒരു ഫോട്ടോ എടുത്തിട്ടാണ് ഇത് അറിയുന്നത്. അപ്പോൾ ആളുണ്ടെങ്കിൽ വല്ലാത്തൊരു അപകടാവസ്ഥയിലേക്ക് പോയിരുന്നു. അവർ കിടക്കുന്നൊരു റൂമാണ് ഈ മതിൽ ഇടിഞ്ഞ് വീഴുന്ന സ്ഥലത്തുള്ളത്. അപ്പോൾ ആഴത്തേക്കാണ് ഇത് ഫുള്ള് ഇടിഞ്ഞ് വീണ്. ഇപ്പോൾ കക്കൂസിൻ്റെ ടാങ്ക് അടക്കം ഏകദേശം പൊട്ടിയിട്ടാണുള്ളത്. അവർ താമസം ഉണ്ടായിരുന്നെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാവുമായിരുന്നു. ഇല്ലാതിരുന്നത് എന്തോ അവരുടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് പിന്നെ എന്താണോ പരിഹാരം അത് അവരുമായി സംസാരിച്ചിട്ട് വീട്ടുകാരും മറ്റേ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന കക്ഷിയായി സംസാരിച്ചിട്ട് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പോകാൻ. വീടിനും അപ്പാർട്ട്മെന്റിനുമിടയിൽ തൊട്ടു പിന്നിലെ വീട്ടുകാർ നടന്നു പോകുന്ന വഴിയിലേക്കാണ് ആൾപ്പൊക്കത്തിൽ മണ്ണും കല്ലും വീണ് കുമിഞ്ഞത്. ഈ വഴി പൂർണ്ണമായും അടഞ്ഞു. അപകടം പുലർച്ചെയായതിനാലും അപകട സമയത്ത് ചന്ദ്രൻ നായരുടെ വീട്ടിൽ ആരുമില്ലാതിരുന്നതും വൻ ദുരന്തമാണ് ഒഴിവാക്കിയത്. ഈ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മംഗളൂരുവിലെ പിക്കപ്പ് ഡ്രൈവർ അബ്ദുൾ റഹ്മാന്റെ കൊലപാതകം 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബണ്ടാളിലെ കല്ലിങ്കി കാനപ്പാടിയിൽ നിന്നാണ് പ്രതികൾ അറസ്റ്റിലായത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് ബൈക്കിലെത്തിയ സംഘം അബ്ദുൾ റഹ്മാനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇതിനിടയിൽ മംഗളൂരുവിലെ വർഗീയ സംഘർഷവും കലാപങ്ങളും തടയാൻ പ്രത്യേക ദൗത്യ സംഘത്തെ രൂപീകരിച്ചു. ബണ്ടോളിൽ പിക്കപ്പ് ഡ്രൈവറായ അബ്ദുൾ റഹ്മാനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 3 പേരെ ബണ്ടോൾ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ബണ്ടോൾ കുരിയാല സ്വദേശി ദീപക്, ശിവജി നഗർ സ്വദേശികളായ പൃഥ്വിരാജ്, ചിന്തൻ എന്നിവരെയാണ് കല്ലികി കാനപ്പാടിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് കോലട്ടമജലു സ്വദേശി അബ്ദുൾ റഹ്മാനെ ഇരക്കോടിയിൽ വെച്ച് ബൈക്കിലെത്തിയ സംഘം വെട്ടിക്കൊന്നത്. അബ്ദുൾ റഹ്മാനും സഹായി കലന്തർ ഷാഫിയും വാഹനത്തിൽ നിന്ന് മണലിറക്കുന്നതിനിടെ എത്തിയ സംഘം അബ്ദുൾ റഹ്മാനെ ഡ്രൈവർ സീറ്റിൽ നിന്ന് വലിച്ചിറക്കി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. തടയാൻ ശ്രമിച്ച കലന്തർ ഷാഫിയെയും സംഘം ആക്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഇയാൾ മംഗളൂരുവിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ 15 പേർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിനിടയിൽ മംഗളൂരുവിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും തടയാൻ പ്രത്യേക ദൗത്യ സംഘത്തെ രൂപീകരിച്ചു. നക്സൽ വിരുദ്ധ സേനയിലുണ്ടായിരുന്ന DG ഉൾപ്പെടെ 248 അംഗ സംഘം ദക്ഷിണ കന്നഡ, ഉടുപ്പി, ഷിമോഗ ജില്ലകൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രവർത്തിക്കുക. വിദ്വേഷ പ്രസംഗങ്ങളെ കുറിച്ചുൾപ്പെടെ സംഘം വിവരങ്ങൾ ശേഖരിക്കും. അക്രമം തടയാൻ മുൻകരുതലെടുക്കുകയും ചെയ്യും. വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫിനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെ മെയ് 1 ബജ്രംഗ് ദൾ നേതാവും കൊലക്കേസിലെ പ്രതിയുമായ സുഹാസ് ഷെട്ടിയെ ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു. ഇതിനിടയിലാണ് വീണ്ടും കൊലപാതകം നടക്കുന്നത്. ക്രമസമാധാനമായ തകർച്ചയെ തുടർന്ന് മംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ, ദക്ഷിണ കന്നഡ SP എന്നിവരെ സ്ഥലം മാറ്റി. സിറ്റി പോലീസ് കമ്മീഷണർ അനുപം അഗർവാളിന് പകരം സുധീർ റെഡ്ഡിയാണ് പുതിയ കമ്മീഷണർ. ദക്ഷിണ കന്നഡ SP എൻ നിതീഷിന് ഉടുപ്പിയിലേക്കാണ് സ്ഥലം മാറ്റിയത്. പുതിയ SP ആയി അരുൺകുമാർ ചുമതലയേറ്റു. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. കാസർഗോഡ് സാമൂഹ്യ മാധ്യമം വഴി കലാപാഹ്വാനം നടത്തിയ കേസിൽ പ്രതി പിടിയിൽ. മഞ്ചേശ്വരം സ്വദേശി അബ്ദുൽ ലത്തീഫാണ് പിടിയിലായത്. വാട്സപ്പ് ഗ്രൂപ്പ് വഴി മതസ്പർദ്ധ ഉണ്ടാക്കുന്നതും കലാപാഹ്വാനം നടത്തുന്നതുമായ സന്ദേശം പ്രചരിപ്പിച്ചുവെന്നാണ് ഇയാൾക്കെതിരെയുള്ള കുറ്റം. കാസർഗോഡ് വാട്സാപ്പ് ഗ്രൂപ്പ് വഴി മതസ്പർദ്ധ ഉണ്ടാക്കുന്നതും കലാപാഹ്വാനം നടത്തുന്നതുമായ സന്ദേശം പ്രചരിപ്പിച്ചുവെന്ന കേസിൽ ഒരാൾ അറസ്റ്റിൽ. മഞ്ചേശ്വരം കുഞ്ചത്തൂർ സ്വദേശിയും ചൌക്കി കാരോട് സ്കൂളിന് സമീപം താമസിക്കുന്നതുമായ അബ്ദുൾ ലത്തീഫാണ് കാസർഗോഡ് സൈബർ ക്രൈം പോലീസിന്റെ പിടിയിലായത്. കുമ്പള മഞ്ചേശ്വരം ഭാഗത്തുള്ള പൊതുജന വാട്സാപ്പ് ഗ്രൂപ്പിൽ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ ശബ്ദ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചതിനാണ് അറസ്റ്റ്.
ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി IPSന്റെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഇൻചാർജ് നളിനാക്ഷൻ പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു. സമാന രീതിയിലുള്ള കുറ്റകൃത്യം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജില്ലയിൽ മഴ കനക്കുന്നു. മടിയൻ, കൂളിക്കാട്ടോ, വേലേശ്വരം ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. റോഡുകൾ മുഴുവനായും വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ്. വേലാശ്വരത്തിനെയും മടിയൻ കാഞ്ഞങ്ങാടും എത്തിക്കുന്ന മടിയൻ റോഡാണ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത്. 3 കൾവേർട്ടുണ്ടായതിനാൽ ഇതുവരെയായും ഇത്രയും വെള്ളം കയറിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വേലാശ്വരത്തിനെയും അതുപോലെ മടിയൻ കാഞ്ഞങ്ങാടേക്കും എത്തിക്കുന്ന പ്രധാനപ്പെട്ട റോഡാണ് മടിയൻ, നമ്മുടെ അള്ളംകോട്ട് റോഡാണിത്. ഇത് ഇത്രയും കാലങ്ങളായിട്ട് ഈ റോഡ് ഇത്രയും വെള്ളം കയറിയില്ല. കാരണം ഇവിടെ കൽബറ്റുണ്ടായിരുന്നു, 3 കൽബറ്റുണ്ടായിരുന്നു. അതിലിപ്പോൾ ഒരു കൽബറ്റ് സ്വകാര്യ വ്യക്തികളത് കൽബറ്റല്ല, ഇത് ചെറിയൊരു പൈപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ കുഞ്ഞൂട്ട് കൃഷ്ണാട്ടൻ്റെ വീട് പൂർണ്ണമായും മുങ്ങിക്കിടക്കുകയാണ്. അതുപോലെ കുഞ്ഞിക്കണ്ണൻ, വൈരങ്കാൽ ബാലൻ, ഇവരുടെയൊക്കെ വീട് പൂർണ്ണമായും മുങ്ങിക്കിടക്കുകയാണ്. ഇതിലെ ഗതാഗതം ഇനി നടക്കുന്ന കാര്യം സംശയമാണ്. കാരണം പല വണ്ടികളും വന്ന് തിരിച്ചു പോകുന്ന അവസ്ഥയാണ്. വേലാശ്വരത്ത് ഉള്ള ജോലിക്കാർ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന റോഡാണ് വേലാശ്വരം, രാമണീശ്വരം, അതുപോലെ ചാലുങ്കാല്, പെരിയ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഈ റോഡാണ് കാഞ്ഞങ്ങാടിനെ ആശ്രയിക്കുന്നത്. ഈ റോഡ് പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. സ്വകാര്യ വ്യക്തികൾ കൾവേർട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതിനാൽ ദുരിതപൂർണമാണ് ഇപ്പോൾ ഇവിടത്തെ അവസ്ഥ. ഗതാഗതം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത്. പലരെയും വീടുകൾ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മടിയൻ. കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഹോസ്ദുർഗ ബാങ്ക് ഹാളിൽ വെച്ചായിരുന്നു നടന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. കേരളം ഭരിക്കുന്ന പ്രതിപക്ഷത്തും ഭരണത്തിലുമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളടക്കമുള്ള എല്ലാവരും ഈ സഹകരണ മേഖലയിലും സഹകരണ മേഖലയിലെ പെൻഷൻ പറ്റിയ ആളുകളുടെ മേഖലയിലും തനതായ രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാക്കി ആ സംഘടനകളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾ 1998 ഇത്തരമൊരു സംഘടന രാഷ്ട്രീയത്തിന് അതീതമായി സംഘടിപ്പിക്കുകയും ആ സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടക്കുകയും ചെയ്യുക. ജില്ലാ പ്രസിഡന്റ് V മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് M സുകുമാരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുണ്ടൂർ രാമകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രവീൺ തോയമൽ, M രാഘവൻ, K പ്രഭാകരൻ, സുജിത് പുതുക്കൈ, PV ഭാസ്കരൻ, NV അജയകുമാർ, KP പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. M വിജയൻ സ്വാഗതവും PV കുഞ്ഞിരാമൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. റോഡ് വികസനത്തിനു വേണ്ടിയുള്ള അശാസ്ത്രീയമായ മണ്ണെടുപ്പ്, 2 വീടുകൾ അപകടാവസ്ഥയിൽ, വാഹനയാത്രയും ഭീഷണിയിൽ. കാഞ്ഞങ്ങാട് പാണത്തൂർ സംസ്ഥാന ഹൈവേയിലെ ചെറുപനത്തടിയൽ റോഡ് വികസനത്തിനു വേണ്ടിയുള്ള അശാസ്ത്രീയമായ മണ്ണെടുപ്പ് മൂലം 2 വീടുകൾ അപകടാവസ്ഥയിലാണ്. വിധവയും എൻഡോസൾഫാൻ ബാധിതയുമായ കൈറുന്നിസയും മകനും അടങ്ങുന്ന കുടുംബവും അവരുടെ സഹോദരൻ അബ്ദുൾ റഹീമിന്റെയും കുടുംബങ്ങളാണ് ഈ ഒരവസ്ഥയിൽ ഭീതിയോടെ വീടിനുള്ളിൽ കഴിച്ചുകൂട്ടുന്നത്. റോഡ് വികസന പ്രവർത്തന സമയത്ത് പലവട്ടം ഉത്തരവാദിത്തപ്പെട്ടവരോട് ഇതിന്റെ അപകടാവസ്ഥ വിവരിച്ചുവെങ്കിലും അതൊന്നും വകവെക്കാതെ വീട്ടുകാരില്ലാത്ത സമയത്ത് നിർലോഭം മണ്ണെടുത്ത് നീക്കുകയാണുണ്ടായതെന്ന് ഇവർ പറയുന്നു. വളരെ അശാസ്ത്രീയമായ രീതിയിൽ റോഡ് പണിതതിൻ്റെ പരിണത ഫലമാണ് ഈ പുറകിൽ കാണുന്നത്. കാഞ്ഞങ്ങാട് പാണത്തൂർ റോഡിൽ ആൾക്കാരില്ലാത്ത സമയത്ത് JCBയുമായി കോൺട്രാക്ടർ വന്ന് മണ്ണെടുത്തതിൻ്റെ ഭാഗമായിട്ട് വളരെ ഡേഞ്ചറസ് ഒരു അവസ്ഥയിലാണ് ഇത് നിൽക്കുന്നത്. ഈ മേലക്കാണ്ട വീട്ടിൽ 2 ചെറിയ കുട്ടികളും അതേപോലെ തന്നെ എൻഡോസൾഫാൻ ബാധിതയായ സ്ത്രീ, അതേപോലെ തന്നെ അവരുടെ ഉമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. അവർക്കൊക്കെ എന്ത് സംഭവിക്കുമെന്നറിയാതെ ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ എങ്ങോട്ട് പോകുക എന്നുള്ള ഒരവസ്ഥയിലാണ് അവർ കഴിഞ്ഞു കൂടുന്നത്. ഇപ്പോൾ നിലവിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് വന്നിരുന്നു, പക്ഷേ അവരൊന്നും ഇതിന് കാര്യമായ ഒരു പരിഹാരം ഒന്നും ആരും പറയുന്നില്ല. എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് നാട്ടുകാരായ നമുക്കും അറിയുന്നില്ല. എന്നിരുന്നാലും ഈ ഒരു അവസ്ഥ വളരെ ഭീതിജനകമാണ്. അത് മാറ്റിയെടുക്കാൻ വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ അതിനുള്ള പരിഹാരം കണ്ടെത്തണമെന്നാണ് നമുക്ക് പറയാനുള്ളത്.
ഇത് സംബന്ധിച്ച് കളക്ടർക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും അതിന് യാതൊരുവിധ പരിഹാരവും ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറയുന്നു. നിലവിൽ ശക്തമായ മഴയുണ്ടായാൽ വീടടക്കം റോഡിലേക്ക് ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയിലാണ്. റോഡിലൂടെ പോകുന്ന യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണി നിലനിൽക്കുകയും ചെയ്യുകയാണ്. പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ സ്ഥലം സന്ദർശിച്ചുവെങ്കിലും വീട്ടുകാരുടെ ആശങ്കയ്ക്ക് വ്യക്തമായ മറുപടി നൽകാതെ മടങ്ങുകയാണെന്നും ഇവർ പറയുന്നു. പ്രകൃതി ദുരന്തം കൂടി വരുന്ന ഈ പ്രത്യേക അവസ്ഥയിൽ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾക്ക് കൂടി ആക്കം കൂട്ടുന്ന പ്രവൃത്തികളാണ് ഈ സ്റ്റേറ്റ് ഹൈവേയിൽ പല സ്ഥലങ്ങളിലും നിലവിലുള്ളത്. മണ്ണിടിഞ്ഞു വീണ് മനുഷ്യജീവനും സ്വത്തുവകകൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നതിനു മുമ്പ് ബന്ധപ്പെട്ടവർ നടപടിയെടുക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുപനത്തടി. കേരള വെളുത്തെഴുത്ത് നായർ സമാജം ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും ജൂൺ 1 നടക്കും. അയിങ്ങോത്തും മുത്തപ്പനാർക്കാവ് ഓഡിറ്റോറിയത്തിൽ ശൗര്യചക്ര അവാർഡ് ജേതാവ് PV മനീഷ് ഉദ്ഘാടനം നിർവഹിക്കും. കേരള വെളുത്തെഴുത്ത് നായർ സമാജം കാസർഗോഡ് ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും ജൂൺ 1 നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9:30 അയിങ്ങോത്ത് മുത്തപ്പനാർക്കാവ് ഓഡിറ്റോറിയത്തിൽ ശൗര്യചക്ര അവാർഡ് ജേതാവ് PV മനീഷ് ഉദ്ഘാടനം നിർവഹിക്കും. സംഘാടക സമിതി ചെയർമാൻ രാമകൃഷ്ണൻ നീലേശ്വരം അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ സമുദായ അംഗങ്ങളായ വിമുക്ത ഭടന്മാരെ ആദരിക്കും. യക്ഷഗാന കലാകാരൻ മടിക്കൈ KV നാരായണനെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് O ഹരിദാസ് ആദരിക്കും. MP രാജേഷ്, ചന്തു കിനാനൂർ, V ദാമോദരൻ മരുതളം, ഓമന ചെന്തളം, ഗോപി മാസ്റ്റർ, സുജാത രാജീവൻ എന്നിവർ സംബന്ധിക്കും. കലാകാരൻ, യക്ഷഗാന കലാകാരൻ മടിക്കൈ ശ്രീ നാരായണൻ അവരുടെ ആദരിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി, സർവീസിൽ നിന്നും വിരമിച്ച നമ്മുടെ ജവാന്മാരെ, സമുദായാംഗങ്ങളായ ജവാന്മാരെ ആദരിക്കുന്നു. 25ലധികം പേര് ഏകദേശം ഉണ്ടെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. അവരെ പൊന്നാട നൽകി ആദരിക്കുന്നു. നമ്മുടെ ജവാന്മാരെ ആദരിക്കുന്നത് പണ്ട് ഭീകരാക്രമണത്തിൽ നമ്മുടെ ശത്രുക്കളെ നേരിട്ട, ബോംബെ ഭീകരാക്രമണത്തിൽ നമ്മുടെ ശത്രുക്കളെ നേരിട്ട ആ സ്ക്വാഡിലുള്ള കണ്ണൂരിലെ മനേഷാണ്. അദ്ദേഹം ശൗര്യചക്ര അവാർഡ് ജേതാവാണ്. ശൗര്യചക്ര നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ ആദരവ് നടത്തുന്നത്. ഉച്ചയ്ക്ക് 12 നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി B രാമചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് V കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ES രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടക്കും. ജില്ലാ പ്രസിഡന്റ് V കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ES രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ രാമകൃഷ്ണൻ നീലേശ്വരം, ഗോപി മാസ്റ്റർ, V കൃഷ്ണൻ മാസ്റ്റർ, KB ശ്രീധരൻ, V രാധാകൃഷ്ണൻ, തമ്പാൻ മടിക്കൈ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കിനാനൂർ കരിന്തളം സൈനിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നീലേശ്വരം കേന്ദ്രീയ വിദ്യാലയം റോഡ് ഗതാഗത യോഗ്യമാക്കി. കിനാനൂർ കരിന്തളം സൈനിക കൂട്ടായ്മ നീലേശ്വരം കേന്ദ്രീയ വിദ്യാലയം പാലാത്തടം പുതിയ ബിൽഡിംഗിൽ ആരംഭിച്ചതു മുതൽ മെയിൻ റോഡിൽ നിന്നും സ്കൂളിലേക്കുള്ള റോഡിന്റെ ദുരവസ്ഥയ്ക്ക് താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ റോഡിന്റെ ഇരുവശവുമുള്ള വൻകാട് വെട്ടിത്തെളിക്കുകയും വലിയ കുഴികൾ അടയ്ക്കുകയും ചെയ്ത് കാൽനടയാത്രയ്ക്കും ഗതാഗതത്തിനും യോഗ്യമാക്കി. കഴിഞ്ഞ 2 വർഷമായി അംഗൻവാടിയിലെ പിഞ്ചുകുട്ടികൾ മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു റോഡ്. സൈനിക കൂട്ടായ്മ പ്രസിഡന്റ് വസന്തൻ P തോളേനി അധ്യക്ഷത വഹിച്ചു. നീലേശ്വരം കേന്ദ്ര വിദ്യാലയം പ്രിൻസിപ്പൽ ഇൻചാർജ് ജിനീഷ് P ഉദ്ഘാടനം ചെയ്തു. റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായ ഒരവസ്ഥയിൽ തന്നെയായിരുന്നു. പക്ഷേ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൻ്റെ ഒരു പരിധിയിൽപ്പെടുന്ന ഒരു ഏരിയ അല്ല ഈ ഒരു റോഡ് എന്ന് പറയുന്നത്. ഇത് നീലേശ്വരം നഗരസഭയുടെ പരിധിയിൽപ്പെടുന്ന ഒരു സ്ഥലമാണ്. നീലേശ്വരം നഗരസഭയുമായി ബന്ധപ്പെട്ട് നമ്മൾ നാഷണൽ ലെവലിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു റോഡ് കാറ് ഉള്ളൊരു സാധ്യത ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഏതായാലും കിനാനൂർ കരിന്തളം സൈനിക കൂട്ടായ്മ അവരോട് ആവശ്യപ്പെടാതെ തന്നെ ഇത്തരത്തിലുള്ളൊരു സാമൂഹ്യ ദൗത്യം ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. സ്കൂൾ അധ്യാപികമാരായ ഷൈനി K, പ്രമിത P എന്നിവർ സംസാരിച്ചു. സൈനിക കൂട്ടായ്മ ഭാരവാഹികളായ ജോഷി വർഗീസ്, ബിജു PV, ദാമോദരൻ PV,
ചന്ദ്രൻ പി, കരുണാകരൻ, അജീഷ് ചന്ദ്രൻ, നാരായണൻ പാലാട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ 40ഓളം സൈനികരും മുൻ സൈനികരും പങ്കുചേർന്നു. റോഡ് ടാർ ചെയ്ത് സ്ഥിരമായ പരിഹാരം കണ്ടെത്തുന്നതിന് ബന്ധപ്പെട്ട അധികാരികളുടെയും ജനപ്രതിനിധികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും സൈനിക കൂട്ടായ്മ ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ വനിതാ ശിശുവികസന ഓഫീസിന്റെയും ഡിസ്ട്രിക്ട് സങ്കൽപ് എംപവർമെന്റ് ഓഫ് വുമനിന്റെയും നേതൃത്വത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. കാസർഗോഡ് ജില്ലാ വനിതാ ശിശുവികസന ഓഫീസിന്റെയും ഡിസ്ട്രിക്ട് സങ്കൽപ് എംപവർമെന്റ് ഓഫ് വിമനിന്റെയും നേതൃത്വത്തിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ഭാഗമായി പാലിയേറ്റീവ് കെയർ നഴ്സുമാർക്ക് PCPNDT നിയമം, മെറ്റേണിറ്റി നിയമം, കുട്ടികളുമായി ബന്ധപ്പെട്ട മറ്റു നിയമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ജസ്റ്റിസ് ഫോർ ഓൾ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസി കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാസർഗോഡ് ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ ഉദ്ഘാടനം നിർവഹിച്ചു. അതേ ഭാഗമായിട്ട് ജസ്റ്റിസ് ഫോർ ഓൾ എന്ന ഒരു പരിപാടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ നിയമങ്ങളെല്ലാം വളരെ റീസെൻ്റാണ്. PCPNDT നിയമം വന്നത് 1994, അതുപോലെ മെറ്റർനിറ്റി നിയമം, ഇതൊക്കെ 2017 അമെൻമെന്റ്, ഇതൊക്കെ റീസെൻ്റായി വന്നതാണ്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എല്ലാവരും അറിഞ്ഞിട്ട് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് നിങ്ങളെല്ലാം അതിനായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആളുകളാണ്. അതിനെപ്പറ്റി ഷൈനി നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഈ നിയമം വളരെ പ്രധാനമാണ്. ഒരു കാലത്ത് കുട്ടികൾ എന്തെങ്കിലും അവരെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ക്രിമിനൽ കേസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊരു ക്രിമിനൽസ് ആയിട്ടാണ് ഒരു കാലത്ത് കണക്കാക്കിയത്. പക്ഷേ ഇപ്പൊ അതെല്ലാം മാറി അവർ ഒരു ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ L. ഷീബ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ പാലിയേറ്റീവ് കെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ P. ഷിജി ശേഖർ, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ഷൈനി ഐസക്, കാഞ്ഞങ്ങാട് ശിശുവികസന പദ്ധതി ഓഫീസർ ആസിയ വക്കയിൽ, ക്ലർക്ക് VK നസീറ, മിഷൻ ശക്തി ഡിസ്ട്രിക്ട് മിഷൻ കോർഡിനേറ്റർ അമല മാത്യു, ജെൻഡർ സ്പെഷ്യലിസ്റ്റ് ആൻസി വിജിന, B. രശ്മി എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് സാജിദ്, അഡ്വക്കേറ്റ് കൃപേഷ് കാടകം, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ഷൈനി ഐസക് എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ക്ലാസ് നയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദര പരിപാടി സംഘടിപ്പിച്ചു. അനുമോദന യോഗവും നടത്തി. 2024-25 വർഷത്തെ +2 പരീക്ഷയിൽ സയൻസ് വിഷയത്തിൽ 1200-ൽ 1200 മാർക്ക് വാങ്ങി ഉന്നത വിജയം നേടിയ പടിഞ്ഞാറേക്കരയിലെ കുഞ്ഞികൃഷ്ണന്റെയും സുജാതയുടെയും മകൾ ദേവികയെ അജാനൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുമോദിച്ചത്. അജാനൂർ മണ്ഡലം പ്രസിഡന്റ് അമ്പിളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. 100% മാർക്ക് വാങ്ങി 1200 മാർക്ക് വാങ്ങി വിജയിച്ച കുമാരി ദേവിക പി നമ്മുടെ അജാനൂർ പഞ്ചായത്തിലെ പടിഞ്ഞാറക്കരയിൽ താമസിക്കുന്ന ദേവികയുടെ വീട്ടിലാണ് ഞങ്ങൾ ദേവികയെ ആദരിക്കാൻ വേണ്ടി അജാനൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കാർത്തികേയൻ പെരിയ, നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഷിബിനു PK, നമ്മുടെ അജാനൂർ പഞ്ചായത്ത് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അമ്പിളി ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട നേതാക്കളാണ് പ്രിയപ്പെട്ട ദേവികയെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KR കാർത്തികേയൻ സ്നേഹോപഹാരം നൽകി. യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഷിബിൻ ഉപ്പിലിക്കൈ, നിയോജകമണ്ഡലം സെക്രട്ടറിമാരായ സുനേഷ് പുതിയകണ്ഠം, ശരത് ചന്ദ്രൻ പടിഞ്ഞാറേക്കര, യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹി രാഹുൽ മൂലക്കണ്ഠം, വിനേഷ് പുതിയകണ്ഠം, കോൺഗ്രസ് അജാനൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് NV ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. ദേശീയപാതയിലും സംസ്ഥാന പാതയിലും അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത്. കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴയിൽ റോഡിൽ മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും. തെക്കൻ ദേശീയപാതയിൽ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് ഗതാഗതം നിരോധിച്ചു. പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. കാസർഗോഡ് പ്രളയ സാധ്യത മുന്നറിയിപ്പ്. മൊഗ്രാൽ, നീലീശ്വരം, ഉപ്പള നദികളിൽ ഓറഞ്ച് അലർട്ടും കാര്യങ്കോട് പുഴയിലും മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചു. മഞ്ചേശ്വരത്ത് ശക്തമായ മഴയിൽ കാറും ബൈക്കും സ്കൂട്ടറും ഒഴുകിപ്പോയി. മംഗളൂരുവിൽ വീടിന് മുകളിൽ കുന്നിടിഞ്ഞു വീണ 10 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. കനഗിരി സ്വദേശി നൌഷാദിന്റെ മകൾ നൈമയാണോ മരിച്ചത്.
ചിറ്റാരിപ്പുഴ കരകവിഞ്ഞു. നിരവധി കുടുംബങ്ങൾ ഭീഷണി ഭീതിയോടെ കഴിയുകയാണ് ഇവിടുള്ള ജനങ്ങൾ. കാസർഗോഡ് പഴംപൊരിയും ചായയും വാങ്ങിത്തരാമെന്ന് പറഞ്ഞു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഓട്ടോറിക്ഷയിൽ വനത്തിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 167 വർഷം കഠിന തടവും പിഴയും ശിക്ഷ. ചെങ്കള ഉക്കംപെട്ടി പാണലത്തെ ഉസ്മാൻ എന്ന ഉക്കംപെട്ടി ഉസ്മാനെയാണ് കോടതി ശിക്ഷിച്ചത്. 2021 കേസിനാസ്പദമായ സംഭവം നടന്നത്. വെള്ളിക്കോത്ത് ചാലിങ്കൽ റോഡിലെ വീണച്ചേരിക്ക് സമീപം നിർമ്മാണം പൂർത്തിയായ 2 നില അപ്പാർട്ട്മെന്റിന്റെ തറ ഒഴികെയുള്ള അരികു ഭാഗങ്ങൾ മുഴുവനായി ഇടിഞ്ഞ് തൊട്ടു താഴത്തെ വീട്ടിലേക്ക് വീണു. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.